ഒരു പെണ്ണിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവള് ശരിയല്ല, അവൾക്ക് സ്വഭാവശുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ എന്നെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പറയാനുള്ളത് ആത്മീയത ഫ്രീഡം കൊടുക്കുന്നതാണ്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്ത്രം ഇട്ട് ഒരു മൊണാസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടാണ്ട് കുറേ റൂൾസ് ഇതൊക്കെ ഫോളോ ചെയ്ത് പോകുന്നു, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഇവിടുത്തെ കുറേ രാഷ്ട്രീയക്കാരൊക്കെയാണ് ഈ പ്രശ്നം. അവന്മാരാണ് ഇതെല്ലാം കുളവാക്കുന്നത്. അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ എല്ലാവരും ഭിന്നിപ്പിക്കണം, മതത്തിൻ്റെ പേര് പറഞ്ഞ്, നിറത്തിൻ്റെ പേര് പറഞ്ഞ്. ഇപ്പോഴേ ഒരു നേതാവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ്റെ പ്രശ്നത്തിന് നമ്മൾ ഇറങ്ങും. ഗ്രൂപ്പാണ്. ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്കത് സാധിക്കില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്കൊരു ഇത് ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷെ നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. സ്വാമിയുടെ അറ്റയറിന്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ സ്വാമിമാരൊക്കെ നമ്മൾ കാണുന്നത് കാഷായ വേഷത്തിലോ അല്ലെങ്കിൽ കാവി വെള്ളയൊക്കെ ഉടുത്തിട്ട് കാണുന്ന സ്വാമിമാരുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പൊ സ്വാമിയുടെ ഇന്റർവ്യൂ ഉള്ള ദിവസം നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് സ്വാമിയാണ് വരുന്നത് എന്നുള്ളതിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വാമിയുടെ സ്റ്റാറ്റസ് ഒക്കെ ഫ്രീക്ക് ലെവല് ഫോട്ടോസൊക്കെ ആയിട്ട് നല്ല ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് വേറെ ഫ്രീക്ക് ലെവലാണ് കണ്ടിട്ടുള്ളതൊക്കെ. അപ്പോൾ ഏറ്റവും ഫ്രീക്കനായ ഒരു സ്വാമി കൂടിയാണ് തോക്കുസ്വാമി. ഈ വസ്ത്രവും താങ്കളുടെ അറ്റയറും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് എങ്ങനെയാണ് സ്വാമി എന്ന് പറയുന്ന ഒരു ആത്മീയതയായിട്ട് ബന്ധപ്പെടുന്നത്? ഐശ്വര്യ, ഞാനൊരു രസകരമായ ഒരു കാര്യം പറയും. ഇപ്പോൾ പ്രസ് ക്ലബ്ബിൽ ഞാൻ അതുപോലെ ജീൻസൊക്കെ ഇട്ട് പോയപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ആത്മീയത എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ ആത്മീയ ലൈഫും എന്നിലുള്ള ആത്മീയ എനർജിയും അല്ലെങ്കിൽ പ്രത്യേകതകളും ഇതുമൊക്കെ എന്നെ അറിയുന്നവർക്ക് മാത്രമേ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേഷം കെട്ടി നടന്നിട്ട് എനിക്കൊരു സ്വാമിയാണെന്നുള്ള ഒരു റെപ്യൂട്ടേഷനും ആ ഇമേജും ബിൽഡപ്പും ഒക്കെ ഉണ്ട്. എനിക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടണം, അതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ ഞാൻ ആ വേഷമൊക്കെ ഇട്ട് പോവും. ഒന്ന്. രണ്ട്, ഞാൻ അങ്ങനെ ഇടുമ്പോൾ അങ്ങയുടെ മുന്നിൽ വന്നിട്ട് ഐ ആം ഡിഫറെൻറ്റ്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ കുറച്ചുകൂടെ മുന്തിയനമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പലവരും അത് ഇന്ന് ധരിക്കുന്നത്. ഈ ആത്മീയതയുടെ ആൽഫബറ്റ്സ് പോലും അറിയാത്ത ആൾക്കാരാണ്, ആത്മീയതയുടെ ഒരു ആത്മീയ ക്വാളിറ്റികളൊന്നുമില്ലാത്ത ആൾക്കാരും ഇന്ന് ഈ കാവിയിട്ട് അല്ലെങ്കിൽ വെള്ളയിട്ട് പല ഇതുമായിട്ട് മതത്തിൻ്റെ ഒരു മുഖമായിട്ടും അതിൻ്റെ ഒരു ബിസിനസ് കണ്ടും പോകുന്നുണ്ട്. തോക്കുസ്വാമിയെ സംബന്ധിച്ചിടത്തോളം തോക്കുസ്വാമി ഏത് വേഷത്തിൽ പോയാലും ഭദ്രാനന്ദ സ്വാമിയെന്നോ സ്വാമി ഭദ്രാനന്ദോ തോക്കുസ്വാമിയെന്നോ വിളിക്കും. എന്നെ സ്വാമിയെന്ന് വിളിക്കുന്നത് എന്നെ അറിയുന്നവരാണ്. അപ്പം ഞാൻ ഏത് വേഷം ഇട്ട് പോയാലും ഞാൻ എന്താണെന്ന് അറിയുന്നവർക്ക് എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേഷത്തിലല്ല എൻ്റെ കാര്യം, എൻ്റെ ആക്ഷനാണ്. വേഷമല്ല എൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്. അപ്പം എനിക്കെന്താ ഇപ്പോൾ മഫ്റ്റിയിൽ പോകുന്ന പോലീസുകാരെന്താ ജോലി ചെയ്യാത്തവരാണ്, അവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഒരു സ്വാമി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവൻ്റെ സിദ്ധി തെളിയിക്കണം. സിദ്ധി തെളിയിച്ചവരായിരുന്നു എല്ലാ ശ്രീനാരായണ ഗുരു തൊട്ട് അതുപോലുള്ള എല്ലാ മഠങ്ങളുടെയും മഠാധിപതികൾ തുടങ്ങി വെച്ചവരല്ല, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തവരല്ല, സിദ്ധി തെളിയിച്ചവർ. പിന്നീട് ആ പൊസിഷൻ പലരും കൈയേറിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ആ ക്വാളിറ്റി അല്ല ശങ്കരാചാര്യരുടെ ഇന്നത്തെ ശങ്കരാചാര്യർ എന്നറിയപ്പെടുന്ന ആ ഒരു ഇതിൽ വരുന്നവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ആ ഒരു ഹയറാക്കിയുടെ ഭാഗമായിട്ട് വരുന്നവരാണ്. ഞാൻ അങ്ങനെ വന്നതല്ല. എൻ്റെ സിദ്ധി എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു കൊടുത്ത ആളാണ്. സിദ്ധി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. 5 ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോൾ 6-ാം ഇന്ദ്രിയം തുറക്കും. 6-ാം ഇന്ദ്രിയം തുറക്കുന്നതിനെ പ്രഡിക്ഷൻ നടത്താൻ പോലും പറ്റുള്ളൂ. പിന്നെ എൻ്റെ കൂടെ അറിയുന്നവർ, അവരുടെ ഇടയിൽ എനിക്ക് ഒരു ബിൽഡപ്പിൻ്റെ ആവശ്യമില്ല. എന്നെ അറിയുന്നവർക്ക് അറിയാമല്ലോ. അപ്പം പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, ആത്മീയത ഫ്രീഡം കൊടുക്കുന്നതാണ്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഒരു വസ്ത്രം ഇട്ട് ഒരു മൊണാസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടാണ്ട് കുറേ റൂൾസ് ഇതൊക്കെ ഇട്ട് ഫോളോ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഈ പറയുന്ന പോലെ പല റൂൾസിനെയും പലതിനെയും ഞാൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഫ്രീഡം ഇല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെ ഫ്രീഡം കൊടുക്കും? വസ്ത്രത്തിലല്ല ആത്മീയത ഇരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളുടെ വേദന ഉണ്ടാക്കാൻ പാടില്ല. നമുക്കൊരു 100 പേരെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഒരാളെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ സുഖത്തിന് നമ്മൾ നേടുന്നത്
എന്തൊക്കെയുണ്ട്. ഇപ്പം ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇതാക്കും. എനിക്ക് കുറച്ച് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണം. ഒപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കൂടെ ഉള്ളവർക്ക് കൂടെ വേണ്ടി ഷെയർ ചെയ്യണം എന്ന് ശരി. കരുതുന്ന ആളാണ്. അതാണ് എൻ്റെ സ്പിരിച്വൽ പാത്ത്. അതാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നുവരെ എൻ്റെ പ്രശ്നത്തിനൊന്നും ഞാൻ ഇന്നുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു സന്യാസിയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തെ സമൂഹത്തെ ഒരുപോലെ കാണണം. സമൂഹം സ്വന്തം ശരീരമായിട്ട്, ശരീരം സ്വന്തം സമൂഹമായിട്ട് കാണണം. ശരീരത്തിൽ എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ ദൂരീകരിക്കണം. സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കണം. അതെ. ഇല്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് എത്തും. അപ്പോൾ എൻ്റെ ആത്മീയ ചിന്തകളോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളോ ഒക്കെ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ രീതിയിൽ പോകുന്ന ആളല്ല. മറ്റുള്ള സ്വാമിമാരൊന്നും ഒരു പ്രശ്നത്തിന് ഇവിടെ സമൂഹത്തിൽ വന്നിട്ടില്ല. എൻ്റെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത്. അതെ. ഇതൊന്നും എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ എല്ലാവരുടെയും പ്രശ്നത്തിന് കയറി ഇടപെടും. കാരണം അവരും ഞാനും ഒന്നാണ്. അവൻ ഈഴവനോ നായരോ ബ്രാഹ്മണനോ പറയനോ പുലയനോ ക്ഷത്രിയനോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നുമില്ല. അവനൊരു വിഷമം പറഞ്ഞാൽ അവനും, കാരണം ബ്രഹ്മം പലതായപ്പോഴാണ് നമ്മളൊക്കെ ഇതായത്. മമ്മൂട്ടിയും മോഹൻലാലും ഞാനും ഐശ്വര്യയും എല്ലാവരും നമ്മളെല്ലാം ഒരു ശക്തിയുടെ വിവിധ ഭാവങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ തത്വത്തിൻ്റെ, അതാണ് യഥാർത്ഥ സനാതന ചിന്തകളും ഇതുമൊക്കെ. അപ്പം ഇതിനെയൊക്കെ ഇവിടുത്തെ കുറേ രാഷ്ട്രീയക്കാരൊക്കെയാണ് ഈ പ്രശ്നം. അവന്മാരാണ് ഇതെല്ലാം കുളവാക്കുന്നത്. അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ എല്ലാവരും ഭിന്നിപ്പിക്കണം. മതത്തിൻ്റെ പേര് പറഞ്ഞ്, നിറത്തിൻ്റെ പേര് പറഞ്ഞ്, അപ്പോഴല്ലേ ഒരു നേതാവ് ഉണ്ടാവുള്ളൂ. അതെ. അപ്പം അവൻ്റെ പ്രശ്നത്തിന് നമ്മൾ ഗ്രൂപ്പ് ഇറങ്ങുന്നു. ഉണ്ടെങ്കിലേ ഗ്രൂപ്പ് ലീഡറും ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പാണ്. ഗ്രൂപ്പ്സ് വേണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് അങ്ങനെയല്ല. അമേരിക്കയിലെ സൂര്യനും ഇന്ത്യൻ സൂര്യനും ആഫ്രിക്കൻ സൂര്യനും ഓസ്ട്രേലിയൻ സൂര്യനും എല്ലാം ഒരു സൂര്യനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ മണ്ടന്മാർ അമേരിക്കൻ സൂര്യൻ, ഓസ്ട്രേലിയൻ സൂര്യൻ, ആഫ്രിക്കൻ സൂര്യൻ, ഇന്ത്യൻ സൂര്യനും സെപ്പറേറ്റ് ചെയ്ത് പറയും. എനിക്ക് തന്നിരിക്കുന്ന ഒരു ജോലി എന്തോ ഞാനിങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. കുറേ പേര് ഇന്ന് എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ വിറ്റ്നസ് ചെയ്തങ്ങ് പോവുകയാണ് ഞാൻ. അപ്പോൾ വേഷം വേറെ, ആക്ഷൻ വേറെ. തീർച്ചയായിട്ടും. എടുത്തിരിക്കുന്ന കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ധർമ്മം രക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ അതിൽ ധർമ്മം പാലിക്കാൻ വേണ്ടി ഞാൻ ഏത് മാർഗങ്ങളും ഞാൻ സ്വീകരിക്കും. എനിക്ക് ഇന്നതോ അങ്ങനെ ഇങ്ങനെയോ ഒന്നും ഞാൻ നോക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. എല്ലാത്തിൽ ചിലവർക്ക് അത് നിന്നും എല്ലാവരും കുറച്ച് സന്തോഷിപ്പിക്കാൻ, വ്യത്യസ്തനാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്കത് സാധിക്കില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്കൊരു ഇത് ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷെ നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. പക്ഷെ എല്ലാവരെയും എങ്ങനെ നമുക്ക്, ഇപ്പോൾ പല വിമർശകരുണ്ട്, അവരെയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലവർക്ക്, ഇപ്പോൾ പല ആൾക്കാർക്കും എന്നെ ഇപ്പോൾ ഈ കേരള ബി ജെ പിയുടെ അകത്ത് എന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഞാൻ ഈ വർഗീയ ചിന്തയായിട്ട് നിന്ന് അവരുടെ ഒരു അജണ്ട അനുസരിച്ച് ഞാൻ പോകത്തില്ല. എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളാണ് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്കവിടെ ജാതി വർഗീയത പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ RSSൻ്റെ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് പോലും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പാടില്ല, ഈ ഒരു സെപ്പറേഷൻ നമുക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും, ഇപ്പോൾ മുസ്ലിങ്ങൾക്കാണെങ്കിലും നമ്മൾ അവരെ സെപ്പറേറ്റ് ആക്കി നിർത്താൻ പാടില്ല. അവർ നമ്മുടെ ഭാഗമായിരുന്നതാണ്. ഇവിടെ മാറുമറിക്കാൻ പോലും അവസ്ഥ ഇല്ലാതിരുന്ന സമയത്ത്, അതുപോലെ തന്നെ അതിന് കരം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായ സമയത്ത്, ജാതിയുടെ പേരിൽ ദ്രോഹിച്ച സമയത്തൊക്കെ മതം മാറിപ്പോയവരാണ്. അവർക്ക് അതിൽ നിന്നൊരു ആശ്വാസം, ഒരു സംരക്ഷണം കിട്ടുമെന്ന് ഓർത്ത് പോയതാണ്. അപ്പം അവരൊന്നും നമ്മുടെ ആൾക്കാരല്ലാതെ ആവുന്നില്ല. എല്ലാവരെയും ഈക്വലി ആയിട്ട്, അതായത് ഞാനൊരു ഇഗാലിറ്റേറിയനാണ്. എല്ലാവർക്കും തുല്യ നീതി, തുല്യ ധർമ്മം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർക്ക് അത് എൻ്റെ ആ ഒരു തോട്ടോ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു ഒറ്റ വാക്കുന്നത് ഞാൻ കള്ളനാണ്, ഫ്രോഡാണ്, തെമ്മാടിയാണ്, അലവലാതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കാം. ഒരു പെണ്ണിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൾ ശരിയല്ല, അവൾക്ക് സ്വഭാവശുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ എന്നെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും.